ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നത്. പീപ്പിൾസ് റിവ്യൂ പബ്ലിക്കേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ചുവടുവെപ്പുകളാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി. സാഹിത്യ നഗരം എന്ന് പ്രഖ്യാപിച്ചാൽ പോരല്ലോ, സാഹിത്യ നഗരത്തിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടേ നമുക്ക്. തുടർ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് നമ്മൾ കാഴ്ചയിൽ പകർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇനി നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സാഹിത്യകാരന്മാരുടെ ഒരു സംഗമം പുതുവർഷത്തോടനുബന്ധിച്ച് നമുക്ക് കോഴിക്കോട് നടത്താം. കവതാരി എഴുതി കൊടുക്കാൻ ഒരു ബാക്കി എനിക്കുണ്ടായിട്ടില്ല. ദിനമാണ് ദൈവത്തിന്റെ നാട്. ദൈവത്തിൻ നാടൻ നോക്കിയാതി ഹരിതസുന്ദരം സഖ്യകവചവും സ്നേഹസുന്ദരം വിശ്വവിസ്മയം സ്നേഹസുന്ദരം ഇവർന്നു നിൽക്കാം അതെങ്കിലും സ്വന്തമായി ചെയ്തു നോക്കാം നമുക്കതെങ്കിലും സ്വന്തമായി ചെയ്തു നോക്കാം.
പല തലമുറകളിൽപ്പെട്ട കവികളും കവയിത്രികളും ഒക്കെ ഉണ്ട് എൻ്റെ മുമ്പിൽ എന്നുള്ളത് സന്തോഷകരം. ഈ ദിനം നമുക്കറിയാം, കേരള പിറവി ദിനം. അത് നമ്മൾ ആഘോഷിക്കുകയാണ്. 1956 ആഘോഷിച്ച ഒരു വലിയ ആഘോഷം എൻ്റെ ഓർമ്മയിലുണ്ട്. അന്നാണ് കുരുത്തോലമാല കഴുത്തിലണിഞ്ഞുകൊണ്ട് തൊട്ടടുത്തുള്ള എല്ലാ സ്കൂളുകളിലേക്കും യാത്രയായി പോയി ഇവിടെ നിന്നൊക്കെ പായസം കുടിച്ച് വന്ന് തിരിച്ചു വന്ന് സ്വന്തം സ്കൂളിലെത്തി നിൽക്കുന്ന പഴയ കുട്ടികളുടെ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന ഒരു പഴയ വ്യക്തിയുടെ ഓർമ്മ എനിക്ക് ചെയ്യുന്നത് ആ കുട്ടി ഞാനായിരുന്നു. ഏതായാലും ഇത് കേരളം കേരളനാട് ഇന്നത്തെ നമ്മുടെ മുദ്രാവാക്യം പഠിച്ചിരുന്നത് ഞാൻ ആദ്യം വിളിച്ച മുദ്രാവാക്യം ജയ് ജയ് കേരളനാട് എന്നാണ്. അത് കഴിഞ്ഞ് പിന്നെ മുദ്രാവാക്യം വിളിച്ചിട്ടില്ല, ഇങ്ങോട്ട് സമാധാനം. ഏതായാലും ഈ കേരളം വളരുന്നു. ഇങ്ങനെ പശ്ചിമഘട്ടങ്ങളെ കയറിയും കിടന്നും കൊണ്ട് അന്യമാന ദേശങ്ങളിലൊക്കെ കേരളം വളരുന്നു. വരളുകയാണോ എന്നുള്ളത് നമുക്കറിയില്ല. ഏതായാലും വളരുന്നുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഈ കേരളം ഉണ്ടായതിന് മുമ്പ് ഈ ദേശത്ത് കേരളത്തിൽ ചൊല്ലുകവേഗം എന്ന് പഴയ ഒരു അന്വേഷണപ്പാട്ടുണ്ട്. കേരളം പണ്ട് പിറന്ന നാട് ഇങ്ങനെ കേരമുണ്ടായിരുന്നോ? കേരമുണ്ടായതിന് മുമ്പ് ഈ ദേശത്തിൽ പേരുണ്ട്. അതെന്താണെന്നറിയില്ല. മെക്സിക്കോന്നോ മറ്റോ വന്നതാണ് തേന എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ചരിത്രകാരന്മാർ. കേരളത്തിന്റെ നാടായി അതേ മലരടി കാടുകൾ പിന്നിയ നാടായി ഒക്കെ നമ്മൾ വളരുകയാണ്. എല്ലാ രീതിയിലും വളരുകയാണ്. സാംസ്കാരികമായി സാഹിത്യമായി സാഹിത്യ നഗരമാണ് നമ്മൾ നമുക്കറിയാം. ഏതായാലും ഈ ഒരു സംഗമം ഇന്നേ ദിവസം ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചത് വലിയ ഒരു കാര്യമായി ഇതിന്റെ സംഘാടകരായ ഞങ്ങൾ വിചാരിക്കുന്നു. പ്രത്യേകിച്ചും എന്റെ സുഹൃത്ത് നിസാർ, ഞാൻ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ. ചെറിയ സംരംഭമാണ് ഇത് എങ്കിലും ഈ പ്രിസർവ് എങ്കിൽ പോലും അവർ നടത്തുന്നത് ഒരു വലിയ സംഭവമാണ്. ഇവിടെ കൂടിയിരിക്കുന്ന 10-20 ആളുകൾ എന്നുള്ളത് അല്ല പ്രശ്നം. അവർ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കവിതയുടെ എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വായിക്കേണ്ടത്, അവർക്ക് അറിയേണ്ടതുമായ കാര്യങ്ങളൊക്കെയാണ്. ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് വേർതിരിവുണ്ടാകാൻ, തിരിച്ചറിവുണ്ടാകാൻ, ആ രീതിയിൽ അവരുടെ കാവ്യ ബന്ധനം മുന്നോട്ട് കൊണ്ടുപോകാൻ, കാവ്യ അനുശീലനം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ്. എത്ര കൈപ്പുനീര് കുടിക്കണം ഇന്നിലെ മധുരമെന്ന് പറയുവാൻ മറ്റൊരു കവിത. മുറം ചേറി ചേറി പതിരു കളയുക പണ്ട് പതിവായിരുന്നു. ചേറി ചേറി പതിരു കളയുക പണ്ട് പതിവായിരുന്നു. ഇന്ന് കൂടുതലും പതിരായതിനാൽ പെറുക്കിയാൽ മതിയെന്ന് മുറം. ഇന്ന് കൂടുതലും പതിരായതിനാൽ പെറുക്കിയാൽ മതിയെന്ന് മുറം. രാപ്പാടിയുടെ പാട്ട്. ഇടയിലെ പൂമരച്ചില്ലയിൽ ചാഞ്ഞിരുന്നൊരു കൊച്ചുരാപ്പാടി പാടി വീണ്ടും. തനിയെ ഇരുന്നവൾ പാടിയതൊക്കെയും നാടിന്റെ നന്മകൾക്കായി മാത്രം. തനിയെ ഇരുന്നവൾ പാടിയതൊക്കെയും നാടിന്റെ നേർവഴിക്കായി മാത്രം. അമ്മയെ കൂട്ടിൽ തനിച്ചാക്കി പോയി വരാൻ ഇനി ഈ മകൾ കൊട്ടുമാവതില്ല. മകളെ ഈ കൂട്ടിൽ തനിയെ ഇരുത്തി അമ്മയ്ക്കു പോകാനുമാവതില്ല. മകളെ ഈ കൂട്ടിൽ തനിയെ ഇരുത്തി അമ്മയ്ക്കു പോകാനുമാവതില്ല. ഇരതേടി പോകും വഴികളിലൊക്കെയും അഴുകന്റെ കണ്ണുകൾ പൊതിയിരിപ്പൂ. കിളിരുമീ ശാഖയിൽ വിരിയുന്ന മൊട്ടുകൾ നുള്ളി നോയിക്കുന്ന കൈകളിൽ കൈകളുണ്ട്. കിളിരുമീ ശാഖയിൽ വിരിയുന്ന മൊട്ടുകൾ നുള്ളി നോയിക്കുന്ന കൈകളുണ്ട്. ഉയരെ പറക്കുവാൻ വെമ്പുന്ന പ്രാവിന്റെ ചിറകരിഞ്ഞിടും കരങ്ങളുണ്ട്.
മഴയും കുറഞ്ഞുപോയി, മരവും നശിച്ചുപോയി, മാനത്തു പൊള്ളുന്ന വേനലായി. പാടത്തു മങ്കമാർ പാടിപ്പൊലിക്കുന്ന പാലാട്ടുകോമന്റെ പാട്ടുമില്ല. കുഞ്ഞിനെ താലോലമാട്ടിയുറക്കുന്ന അമ്മതൻ താരാട്ടി പാട്ടുമില്ല. പാടത്തു മങ്കമാർ പാടിപ്പുകഴ്ത്തുന്ന പാലാട്ടുകോമന്റെ പാട്ടുമില്ല. കുഞ്ഞിനെ താലോലമാട്ടിയുറക്കുന്ന അമ്മതൻ താരാട്ടു പാട്ടുമില്ല. വറുതികൾ ഒഴിയുവാൻ തുടികൊട്ടി വന്നൊരു മലയന്റെ പാട്ടുകൾ അന്യമായി. ഒൽക്കളിത്താളത്തിൽ രാമായണ കഥ പാടിപ്പുകഴ്ത്തും കലകളില്ല. ഓലപ്പുരമേലിരുന്നിരു കാക്കകൾ കൊക്കുരുമ്മിക്കൊണ്ടു നിന്നിടുമ്പോൾ ഓർക്കയാണി കൊച്ചുര പാടി നിത്യവും വർഗവൈരത്തിന്റെ മാറ്റൊലികൾ. ഭാര്യതൻ ജടവുമായി പതികനായി പോകുന്ന ദളിതന്റെ വ്യഥകളിന്നാരറിയാൻ. ജാതി ജടീലമാം ജീർണതകളൊക്കെയും കാളകൂടം പോലുയർത്തെഴുന്നേൽക്കവേ ജന്മിത്തമാടം വിനീത സംസ്കാരങ്ങൾ തലപൊക്കും കാഴ്ചയിലാകുലാചിത്തയായി കരയുന്ന കണ്ണുമായി നേരിന്റെ രാഗങ്ങൾ പാടുനീരാ പാടി ഇവിടെ വീണ്ടും. കരയുന്ന കണ്ണുമായി നേരിന്റെ രാഗങ്ങൾ പാടുനീരാ പാടി ഇവിടെ വീണ്ടും. പാടുനീരാ പാടി ഇവിടെ വീണ്ടും. വൃക്ഷങ്ങളെ മാറിൽ വളർത്തുന്ന കേരളമേ ഞാനും നിന്റെയല്ലേ. കളകളനാദം പൊഴിക്കും പുഴകളിൽ കളിച്ചിരി മാറാത്തൊരോളമില്ലേ. അരുണകിരണങ്ങൾ തനുവിൽ തലോടവേ ഉണരുന്ന കുഞ്ഞു മലരുമില്ലേ. മലരിൽ തുളുമ്പും മധുവും സുഗന്ധവും നുകരുന്ന കാറ്റിനും വികൃതിയല്ലേ. പൂവരശിൻ കൊമ്പിൽ സൂര്യാംശു ചാർത്തുന്ന കസവുത്തരീയം പുടവയല്ലേ. പാടവരമ്പത്ത് കൊഞ്ചിക്കുഴഞ്ഞെത്തും പഞ്ചവർണ്ണ കിളിയേറയല്ലേ. കുഞ്ചനൽത്തുമ്പത്ത് പാറിപ്പറക്കുവാൻ കുമ്പികളേറെ കൊതിപ്പതില്ലേ. ആതിരയും തിരുവോണനാളും മല തേരിൽ എഴുന്നള്ളി വരുന്ന നാളിൽ മാരിവിൽ കൊണ്ടൊരു മാല തീർക്കും വാനിൽ ശ്രാവണ സുന്ദര സന്ധ്യയില്ലേ. രാവിന്നു കുളിരല ചാത്തുവാനല്ലയോ വാനിലായി ചന്ദ്രിക പുഞ്ചിരിക്കും. കൈരളി നിന്റെ സൗന്ദര്യഭാവങ്ങൾ പാടിപ്പുകഴ്ത്തുവാൻ കവികളില്ലേ. എങ്കിലും നിന്റെ വിശുദ്ധമാം ഭാവങ്ങൾ വേരറ്റു പോകുമോ എന്നു മാത്രം ഒരു വേദനയുണ്ടെന്റെ ഹൃത്തടത്തിൽ. ഒരു വേദനയുണ്ടെന്റെ ഹൃത്തടത്തിൽ. ആദരണീയനായ സാർ, ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കാനെത്തിയിട്ടുള്ള പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരെ, കേരള വാർഷികാഘോഷങ്ങളുടെ ലോഗോ പ്രകാശിപ്പിക്കുന്നതിന് എന്നെ ക്ഷണിച്ചിട്ടുള്ള ഇതിന്റെ
ജാതീയമായ ഉച്ചനീചത്വങ്ങളെയും എല്ലാ അസമത്വങ്ങളെയും മറികടന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പഴയ നമ്മളെന്താണോ പുറന്തള്ളപ്പെടുന്ന പല കാര്യങ്ങളും അതിവേഗം തിരിച്ചെത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം ജീവിച്ചു പോകുമ്പോൾ ഓരോ കവികളും നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ട അല്ലെങ്കിൽ പറയാൻ പഠിക്കുന്ന കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഒരു 10,000-ങ്ങളോ 1000-ങ്ങളോ പങ്കെടുക്കുന്ന സദസ്സിനേക്കാൾ ഗുണകരമാകുന്ന ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കൂട്ടായ്മകളാണ്. അത്തരം കൂട്ടായ്മകൾ വളർത്തിയെടുക്കുമ്പോൾ നമ്മൾ തമ്മിലുള്ള ഒരു അന്യോന്യവും കൂട്ടായ്മയും രൂപപ്പെട്ടു വരും. ആ ഒരു കൂട്ടായ്മയാണ് ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. സ്വാഭാവികമായി പരിണതപ്രജ്ഞരായിട്ടുള്ള ഒട്ടേറെ ആളുകൾ കേരളത്തിന്റെ ഒന്നാം പിറവി കണ്ടിട്ടുള്ള സുബ്രഹ്മണ്യ സാർ ഉൾപ്പെടെയുള്ള ജോർജ് സാറിനെ പോലെ ഒരുപാട് ആളുകളുള്ള ഈ ഒരു സന്ദർഭത്തിൽ കൂടുതൽ വാക്കുകൾ പറയുന്നത് ഒരു അധിക പ്രസംഗമാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച മുഴുവൻ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യമാണ്. സാഹിത്യ നഗരം എന്ന് പറയുന്ന ഒരു സംഭവത്തിലാണ് നിൽക്കുന്നത്. സത്യത്തിൽ ഇതാണ് സാഹിത്യ നഗരം. ഇതാണ് യൂറോപ്പിലും എല്ലാം കാണുന്നത്, ഇംഗ്ലണ്ടിലൊക്കെ കാണുന്ന സാഹിത്യ നഗരം. ഇന്നലെ ഈ നമ്മുടെ സാഹിത്യ നഗരത്തിന്റെ അവാർഡ് സംഘാടക സമിതിയിൽ ഞാനും പോയിരുന്നു. ഇങ്ങനെ ക്ഷണിച്ചിരുന്നു. സാറാ ജോസഫിന് 4-ാം തീയതി വലിയ പരിപാടി നമ്മൾ ജൂബിലി ഹാളിൽ തന്നെ നടത്തുകയാണ്. നമുക്ക് അങ്ങനെയുള്ള വലിയ ടൗൺ ഹാളോ വലിയ ഹോളോ പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന ഈ ചെറിയ ഗ്രൂപ്പുണ്ട്. ഇതെല്ലാം കവിത ഇഷ്ടപ്പെടുന്നവർ, കവിത എല്ലാം വന്നത് സാഹിത്യം ഇഷ്ടപ്പെടുന്നത്, കേരളത്തെ ഇഷ്ടപ്പെടുന്നത്, കേരള ആൾക്കാർ ഇവിടെ ഒക്കെ ഇരിക്കുമ്പോൾ നമുക്ക് വളരെ വീട്ടിലിരിക്കുന്നത് തോന്നുന്നു. അവിടെ ഓരോ വാഴകൾ, ചെറിയ റോഡുകൾ, ഒരു കാലം വേണ്ട ഈ സുഖം. ഇത് യൂറോപ്പിലൊക്കെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ അങ്ങനെയാണ് സാഹിത്യം പോകുന്നതെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ കണ്ടപ്പോൾ ഞാൻ സംസാരിച്ച് സൂചിപ്പിച്ച് അങ്ങനെ സാഹിത്യം വന്നത്. അപ്പോൾ അതിനുശേഷം ഒരു വലിയ സെമിനാർ നടക്കുന്നുണ്ട് 7-ാം തീയതിയിലേക്ക്. അത് വലിയ പാനലിസ്റ്റ് ഒരു ചർച്ചയാണ്. ഇങ്ങനെ ഭക്ഷണവും സാഹിത്യവും യാത്രയും സാഹിത്യത്തിനൊക്കെ പറഞ്ഞ പരിപാടിയാണ്. അത് വരുമ്പോഴാണ് സാഹിത്യ നഗരം വരുന്നത്. അല്ലാതെ വായന മാത്രമല്ല, ഒരു നാടിനെ മൊത്തം വളർത്തുന്ന രീതിയിലേക്ക് സാഹിത്യം വരണമെന്നാണ് യുനെസ്കോ പറയുന്നത്. കച്ചവടമുണ്ട്, സ്വാഭാവികമായിട്ടും കച്ചവടമുണ്ട്. കച്ചവടമാണ് പ്രധാനം. സാഹിത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വായിച്ചിട്ടിങ്ങനെ ഇരുന്നിട്ട് ഇവിടെ നൊസ്റ്റാൾജിയൊന്നുമല്ല. അവരുടെ എല്ലാ സബ്ജക്റ്റിലും 5-8 വിഷയങ്ങൾ കൊടുത്തിരിക്കുന്ന എല്ലാം കണ്ടു കഴിഞ്ഞാൽ കച്ചവടം. പക്ഷേ അത് മനുഷ്യനൊന്നും ഉയർത്തും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ സകലം പിന്നെ നിസ്സാരം ഞാൻ പ്രത്യേക ഒരു കയ്യിൽ പ്രത്യേകതയുണ്ട്. ഇത് നടത്താനാണ് അടുത്ത് നോക്കണം. ഇത്രയും കാലം മുമ്പ് അദ്ദേഹം പറഞ്ഞു ഇതിങ്ങനെ കേരളം ഉണ്ടാവും, കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനം ഉണ്ടാവും. അപ്പം നമ്മളുടെ വീട്ടിലുള്ള ആ കാഴ്ചപ്പാട് കൊണ്ട് ആ മനുഷ്യനെ സ്ഥാപിച്ചാണ് വലിയ കുട്ടികളുടെ സംസ്ഥാനമായിട്ട് മാറിയത്. അന്നത്തെ കാലത്തെ ആൾക്കാർ പറയുമ്പോൾ നമുക്ക് നടത്തിയാണ് കേരളം മലബാർ, കൊച്ചി, ഇവിടെയൊക്കെ പിതാമഹന്മാരൊക്കെ ഇങ്ങനെ തിരുവിതാംകൂറിൽ നിന്ന് കൃഷിക്കാരായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ കത്തികൾ, ആയുധങ്ങളെല്ലാം നമ്മുടെ ഒരു കൾച്ചറാണ്. നമുക്ക് കടത്തനാട് എന്നൊക്കെ പറഞ്ഞാൽ ആ പുഴ തിരിച്ചതാണ്. ആ പുഴയ്ക്ക് അപ്പുറം വേറെ കൾച്ചറാണ്. വളരെ നമ്മുടെ അവിടെ ചെല്ലുമ്പോൾ കച്ചവടക്കാരുടെ നാട്ടിൽ വേറെ ആർക്കും വേണ്ടാത്ത ആരോരുമില്ലാത്ത കുറെ ചിറകൊടിഞ്ഞ പക്ഷികൾ. ആർക്കും വേണ്ടാത്ത ആരോരുമില്ലാത്ത കുറെ ചിറകൊടിഞ്ഞ പക്ഷികൾ. വിദ്യ നൽകിയും അല്ലലില്ലാതെയും വളർത്തി വലുതാക്കിയ മക്കൾക്കിപ്പോൾ അച്ഛനമ്മമാർ ഭാരമാകുന്നു. വൃദ്ധസദനങ്ങളിലവർ വിലപേശുന്നു. വിദ്യ നൽകിയും അല്ലലില്ലാതെയും വളർത്തി വലുതാക്കിയ മക്കൾക്കിപ്പോൾ അച്ഛനമ്മമാർ ഭാരമാകുന്നു. വൃദ്ധസദനങ്ങളിൽ അവർ വിലപേശുന്നു. ചുവരുകൾക്കുള്ളിൽ ചിതകരിച്ച സ്വപ്നങ്ങളും മോഹങ്ങളുമായി പടിയിറങ്ങേണ്ടിരുന്നു നമ്മൾ. ചുവരുകൾക്കുള്ളിലെ ചിതകരിച്ച മോഹങ്ങളും സ്വപ്നങ്ങളുമായി പടിയിറങ്ങേണ്ടി വരുന്നു നമ്മൾ. ഇനി വൃദ്ധസദനത്തിന്റെ ചാരുപടിയിലിരിക്കുമ്പോൾ ചാരുപടിയിലിരിക്കുമ്പോൾ വലിയൊരു പൊൻപുലരി നമുക്കായി തുറന്നിരിക്കുന്നു. ഇവിടെ തരിച്ചല്ല നമ്മൾ. ഇന്നീ വൃദ്ധസദനത്തിന്റെ ചാരുപടിയിലിരിക്കുമ്പോഴും പുതിയൊരു പൊൻപുലരി നമുക്കായി തുറന്നിരിക്കുന്നു. ഇവിടെ തനിച്ചല്ല നമ്മൾ. ഇവിടെ തനിച്ചല്ല നമ്മൾ. തനിച്ചല്ല.
എന്റെ കവിതയുടെ പേര് ഗാസയിലെ കുഞ്ചുടുപ്പ്. ഇതൊരു ഗദ്യ കവിതയാണ്. ആയുധപ്പുഴ തട്ടുമ്പോൾ സമാധാനം എന്ന് പറഞ്ഞിട്ടുണ്ടാ പൈതങ്ങളുടെ കണ്ണീരുപ്പിൽ ചാലിച്ച വറ്റുകൾ ഒഴിഞ്ഞ പിഞ്ഞാണ കോപ്പയിൽ നിന്ന് കൊത്തി പറന്നുയരുന്ന വെളരിപ്രാവുകളെ നോക്കി സമാധാനം സമാധാനം എന്ന് പുലമ്പിയിട്ട് എന്താ കാര്യം? വെടിവെച്ച് വീഴ്ത്തിയ അമ്മയുടെ ചേതനയറ്റ മാറിലേക്ക് മയങ്ങി വീഴുന്ന പൊന്നോമനയ്ക്ക് അറിയുമോ പാഞ്ഞു വരുന്നത് തീ വർഷിക്കുന്ന ബോംബാണെന്ന്? അധികാരത്തിലും ബാധിച്ച കോമരങ്ങൾ ആർത്തുല്ലസിക്കുമ്പോൾ കടലും കരയും ഉറക്കെ വിളിച്ചു പറയുന്നു കുഞ്ഞെ മാപ്പ്. എന്റെ ഒരു പിടി മണ്ണ് പോലും കരിച്ചു ശവപ്പറമ്പ് വീശുന്ന കാറ്റിന് പോലും പച്ചമാംസം കത്തുന്ന ഗന്ധം. നഷ്ടപ്പെട്ട എന്റെ കൂടപ്പിറപ്പുകളുടെ ജീവൻ തിരിച്ചു തരാനാകുമോ? ഏറി പുകയുന്നവരുടെ ഹൃദയത്തിന് കുളിര് നൽകാനാകുമോ? ആയുധ കച്ചവടക്കാർ ആയുധപ്പുരയുടെ വാതിലുകൾ കൊത്തിയടച്ച് പുതിയ മേച്ചിൽപ്പുറങ്ങൾ ചേരുകയാവും. കച്ചവട കണ്ണുവച്ച് പുതിയ വിത്തെറിയുകയാവും. ചീഞ്ഞ വസ്തുക്കൾ എപ്പോഴും വളമാണല്ലോ. അവരെറിഞ്ഞ വിത്തുകൾ നൂറുമേനി വിളവ് കൊയ്യും. ശ്വാസനിശ്വാസങ്ങൾ അടക്കി പിടിച്ച തേങ്ങലുകൾ നീങ്ങിയിഴയുന്ന മനുഷ്യജന്മങ്ങൾ ഏത് കഴുകന്റെ മണ്ണിലും പുതുമഴ പെയ്ക്കും. അവിടെയും ലാഭക്കൊതിയോടെ ആയുധങ്ങൾ മൂർച്ച കൂട്ടാതിരിക്കട്ടെ. മക്കളെ, ഇനി നിങ്ങൾ ഉറങ്ങും. തൽക്കാലമെങ്കിലും വെടിവെച്ചു കേൾക്കാതെ ഈ ബുക്ക് കാണാം. ഞാൻ വാസയ്ക്കൊപ്പം ഒരു കൊച്ചു കവിത കൂടി ചൊല്ലാം. ഇന്ന് ഇപ്പൊ ഇവിടെ ഒരാള് ഒരു കവിത ചൊല്ലിയപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചതാണ്. ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടാത്തത് വയസ്സായ ആളുകളെയാണ്. അവരെ എവിടെ കൊണ്ടുപോയിട്ട് ഒഴിവാക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിലാണ് ഇന്ന് നമ്മൾ ജീവിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു കൊച്ചു കവിത. മാസൽ കുളിരാവിൽ ഓർമ്മയുടെ ചെങ്കുതിര